കൊച്ചിയിൽ ഒരു പോസ്റ്റർ യുദ്ധം നടക്കുന്നു ദീപ്തി മേരി വർഗീസിന് വേണ്ടി. ആ പോസ്റ്റർ യുദ്ധത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ പ്രിയകരനായ ബിപിൻ സി വിജയൻ റെഡിയായി കഴിഞ്ഞു. അത് റെഡിയായിട്ട് തന്നെ 10 മിനിറ്റായി. ബിപിൻ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബിപിൻ, പറഞ്ഞോളൂ. ഏതോ കാർ പോർച്ചിൽ പറ്റുവാണെന്ന് തോന്നുന്നല്ലോ അവസാനം. അതെ, ദീപ്തി മേരി വർഗീസിന്റെ ഫ്ളാറ്റിന് തൊട്ടടുത്താണ്. ഇപ്പോൾ അവർ സംസാരിച്ച് അങ്ങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്, ഇനിയിപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നറിയാൻ നിമിഷങ്ങൾ മാത്രം നിൽക്കുമ്പോൾ ഒരു മണ്ഡലത്തിന് വേണ്ടി 2 സ്ഥാനാർത്ഥികൾ പോസ്റ്റർ ഇറക്കുക, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവർ പോസ്റ്റർ ഇറക്കുക, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. എങ്കിൽ പോലും ഇതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട അന്നു മുതൽ തന്നെ ദീപ്തി മേരി വർഗീസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തനിക്ക് പാർട്ടിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് പ്രധാനമായും അവരുടെ പേരിൽ പോസ്റ്റർ ഇറങ്ങുന്നു. ഇന്ന് ഇവിടുത്തെ അതായത് കൊച്ചിയിലെ ഒരു ദീപ്തമാണ് ഇനി അങ്ങോട്ടേക്ക് എന്നുള്ള നിലയ്ക്ക് പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് അതിൻ്റെ ഫോമുകൾ പൂരിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടേ ഉള്ളൂ. ഇനി പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ താൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം, പല വിധത്തിൽ പരിഗണിക്കാമല്ലോ എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസിന്റെ ഇപ്പോഴത്തെ പ്രതികരണമുള്ളത്. മറ്റൊന്ന് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. ആദ്യം 4 മണിക്ക് റോഡ് ഷോ, അതായത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞത്. ഈ 4 മണി എന്നുള്ളത് പിന്നീട് നോമ്പുതുറയ്ക്ക് ശേഷം 7 മണിക്ക് യാത്ര നടത്തും. അതായത് സർവം ദീപ്തം, വിപിൻ, സർവം ദീപ്തം എന്ന് പറഞ്ഞിട്ടാണ് ദീപ്തി മേരി വർഗീസിന്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കണ്ടല്ലോ. ഇപ്പോൾ അവരെന്താണ് പറയുന്നത്? കൊച്ചിയിൽ അവർ സ്ഥാനാർത്ഥിയാകില്ല എന്നാണോ? അങ്ങനെ പ്രതീക്ഷയില്ല എന്നാണോ? കാരണം ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയൊരു വിവരം, അവർ ആ പോസ്റ്റർ അടിക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ദീപ്തി ഇങ്ങനെ ഇടപെട്ടിരിക്കുന്നത്? അങ്ങനെയല്ല, ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ആ പോസ്റ്റർ അടിച്ചു, നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ചു എന്നുള്ളതൊക്കെ ദീപ്തി സമ്മതിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ പാർട്ടിയുടെ ഭാഗത്ത് ലഭിച്ചതുകൊണ്ടാണ് ഇനി അങ്ങോട്ടേക്ക് ദിവസങ്ങളില്ല എന്ന് കണ്ടതുകൊണ്ട് ഇന്ന് തന്നെ അതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് നെഗറ്റീവാണ് എന്നുള്ളത് അറിയാൻ കഴിയില്ല, അല്പസമയത്തിനുള്ളിൽ അറിയാം. മറ്റൊരു വിധത്തിലുള്ള ഒരു കോണ്ടാക്റ്റും ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. 9:30 ആവുമ്പോൾ ഈ ലിസ്റ്റ് വരും എന്നുള്ള വിവരം മാത്രമാണ് തനിക്കുള്ളത്. അതുവരെ കാത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ അതിൽ ഒരു പരാതിയില്ല, പാർട്ടിയിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും പരാതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് തഴയപ്പെടുന്നു എന്നുള്ള ഒരു നിരാശ അവർക്കുണ്ട്. അതിലെങ്ങനെയായിരിക്കും ഇനി സീറ്റില്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റർ യുദ്ധം അത് ഒരു കൊച്ചി സീറ്റിന് വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഈ ഇത്രയൊക്കെ പ്രധാനപ്പെട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ അത് ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു അനുനയത്തിലേക്ക് എത്താത്തതാണ് ഈ 4 സീറ്റുകളിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത്. കാരണം വി ഡി സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയും KC വേണുഗോപാൽ വിഭാഗം ദീപ്തി മേരി വർഗീസിനെയും സ്ഥാനാർത്ഥിയാക്കണം കൊച്ചിയിൽ എന്നുള്ളതാണ്. ഈ കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ച് ഇവർ 2 പേരും പിടിവലി നടത്തുന്നു എന്നുള്ളതാണ് ഈ അവസാന നിമിഷവും പുറത്തു വരുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ അവിടെ എൽദോസ് കുന്നപ്പള്ളിക്ക് പകരമായി ആര്, അത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് വേണമോ, അല്ലെങ്കിൽ മനോജ് മുത്തേണമാണെങ്കിൽ എ ഗ്രൂപ്പാണ്, അദ്ദേഹത്തിന് വേണ്ടി സീറോ മലബാർ സഭ രംഗത്ത് വരുന്നു. ഐ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഉല്ലാസ് തോമസിനെയാണ് പരിഗണിക്കേണ്ടത്. രമേശ് ചെന്നിത്തല ഉല്ലാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുറത്തു വരുമെങ്കിലും ഈ 3 മണ്ഡലങ്ങൾ തൃപ്പൂണിത്തറയിലും ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അവിടെ എം ലിജു മത്സരിക്കണമെന്നുള്ള ഒരു KC വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.